ഇനി ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ ഇന്ന് ശിക്ഷാവിധി വരികയാണ്. കഴിഞ്ഞ ദിവസം കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോൾ സന്ദീപിന്റെ ശിക്ഷാവിധിയാണ് ഇന്ന് വരുന്നത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം. വിധി കേൾക്കാൻ വന്ദനയുടെ മാതാപിതാക്കളും കോടതിയിലെത്തും. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ലിജോ, എത്ര മണിയോടെ ശിക്ഷാവിധി വരും? പരമാവധി ശിക്ഷ ലഭിക്കും പ്രതി സന്ദീപിന് എന്ന് തന്നെയാണോ പ്രോസിക്യൂഷന്റെയും പ്രതീക്ഷ? ദിവ്യ, 2023 മെയ് 10 മുതൽ ശേഷം തുടങ്ങിയ ഒരു നിയമ പോരാട്ടമാണ് ഇന്ന് അതിന്റെ ആദ്യഘട്ടത്തിൽ ഒരു അവസാനം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതി ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അതിന്മേലാണ് ഇന്ന് ശിക്ഷ വിധിക്കാൻ പോകുന്നത്. 10 കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയിരുന്നത്, പോലീസ് ചുമത്തിയിരുന്നത്. അതിലെല്ലാം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 11 മണിക്ക് തന്നെ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 1 ഇന്ന് ഇരിക്കുകയും കഴിഞ്ഞ ദിവസം അത് 5ാമത്തെ കേസായിട്ടായിരുന്നു എടുത്തത്. ഇന്ന് ഒരുപക്ഷെ ആദ്യ കേസായി തന്നെ എടുക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടതി നടപടിക്രമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആദ്യം പ്രോസിക്യൂഷന് പറയാനുള്ളതും പ്രതിഭാഗത്തിന് ഈ ശിക്ഷയിന്മേലുള്ള വാദങ്ങൾ, അതായത് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുമ്പോൾ ഇളവുകൾ നൽകണം എന്നുള്ള ഒരു കാര്യമായിരിക്കും പ്രതിഭാഗം ആവശ്യപ്പെടുക. ഇനി എന്തെങ്കിലും പ്രതിക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അക്കാര്യം കൂടെ കോടതിയെ അറിയിക്കുകയും ചെയ്യും. അതിനുശേഷം ജഡ്ജി ചേംബറിലോ മറ്റു പോയതിനു ശേഷം കുറച്ച് സമയത്തിനകം തന്നെ, അതായത് ഉച്ചയോടടുത്ത സമയത്ത് തന്നെ ഇന്ന് വിധി അറിയാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. 2 വർഷവും 10 മാസവും നീണ്ടു നിന്നു ഈ ഒരു നിയമ പോരാട്ടം എന്ന് പറയുന്നത്. അതിനൊടുവിലാണ് വിധി പറയുന്നത്. കൊലപാതകം, വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളുണ്ട്. ഈ നിയമവിദഗ്ധരോട് സംസാരിക്കുമ്പോൾ ഇരട്ട ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതി ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതിൽ തന്നെ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസ് ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ കേസ്, ഈ ശിക്ഷയിൽ ഒരു ഇളവ് ലഭിക്കാനുള്ള ഒരു സാധ്യതയും കുറവാണ്. 10 മണി കഴിയുന്ന സമയത്ത് തന്നെ ഈ വിധി കേൾക്കുന്നതിന് വേണ്ടി ഈ വന്ദനയുടെ മാതാപിതാക്കൾ കോട്ടയത്ത് നിന്നും കൊല്ലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇന്നും എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതി എത്തിച്ചപ്പോഴും ഉണ്ടായിരുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പോലീസ് സുരക്ഷ ഉൾപ്പെടെ കൂടുതൽ ശക്തമാക്കാനും സാധ്യതയുണ്ട്. ദിവ്യ.